ക്യാൻസർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയായിട്ട് വരുന്നതാണ്. ഇപ്പോഴും പല പേടി തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓങ്കോളജിയിൽ പറയുന്നത് എല്ലാം പ്രിസിഷൻ മെഡിസിൻ. എല്ലാവർക്കും ഒരേ സൈസ് അല്ല, വൺ സൈസ് ഡസൻ ഫിറ്റ് ഓൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ US UK ഒന്നുമല്ല, വിദേശ രാജ്യങ്ങളൊന്നും. നമുക്ക് ഇവിടെ തന്നെ എല്ലാ ഡ്രഗ്സും അവൈലബിൾ ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മാഡം വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, പലരും നമ്മളടുത്ത് വന്ന് ചോദിക്കുമ്പോൾ പോളിസിസ്റ്റിക് PCOD എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ സിൻഡ്രോം എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് ഒരു കാര്യമാണ് അല്ലേ മാഡം? ഫാറ്റി ലിവർ അല്ലെ PCOD ഇപ്പോൾ ഒരു ഡിസീസ് ആയിട്ട് പോലും കരുതാൻ പറ്റാത്ത രീതിയിൽ അത്രയും കോമൺ ആയിട്ടുള്ള പ്രിവലൻസ് കൂടിപ്പോയി. അതെ, അപ്പോൾ അതെന്തായിരിക്കും മാഡം PCODയുടെ കാരണം? ഏർലി മെനാർക്കിക്ക് പറഞ്ഞതുപോലെ മാറിയ ജീവിതശൈലി അത് തന്നെയാണ് PCODക്കും റീസൺ ആവുന്നത്. ഡെഫിനറ്റ്ലി എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ്, ജനറ്റിക് ഇൻഫ്ലുവൻസസ് ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ കാലഘട്ടങ്ങൾ കഴിയും തോറും ചില രോഗങ്ങൾ പുതുതായി വരികയും ഇപ്പം മാറിയ ജീവിതശൈലി കൊണ്ട് മാത്രം വന്ന ഒരു അസുഖമാണ് ഈ പോളിസിസ്റ്റിക് ഓവറി. കുറച്ച് ജനറ്റിക് ഇൻഫ്ലുവൻസ് എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസും ഉണ്ട്. അപ്പോൾ ഈ PCOD പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യും. രണ്ട് തരം ഗ്രൂപ്പാണ് മെയിൻലി ഉള്ളത്. ഒബീസ് ആയിട്ടുള്ളവർക്ക്, വണ്ണമുള്ളവർക്ക് വരുന്ന PCOD, മെലിഞ്ഞിരിക്കുന്നവർക്ക് വരുന്ന PCOD. പല ആൾക്കാർക്കും അറിയില്ല. പിന്നെ 100-ൽ 25% ആൾക്കാർക്ക് അൾട്രാസൗണ്ട് വഴി PCOD ഡിറ്റക്ട് ചെയ്യണം എന്നില്ല. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് അവരുടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് വെച്ചിട്ടായിരിക്കും. മുഖത്ത് രോമ വളർച്ച കൂടുക, പിഗ്മെന്റേഷൻസ് വരിക, അല്ലെങ്കിൽ അമിതമായി ആക്നീസ്, മുഖക്കുരു വരിക, കൃത്യതയുള്ള മെൻസസ് ആയിരിക്കും, ചിലപ്പോൾ ഇത് മാത്രമായിരിക്കും. പിന്നെ ഈ പുരുഷന്മാർക്ക് വരുന്ന പോലെ ബൈടെമ്പറൽ ബാൽഡനസ്, ഹെയർ ലൈൻ റിസീഡ് ചെയ്തിട്ട് കുറച്ച് ആൻഡ്രോജനിക് അലോപീഷ്യ എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ വ്യത്യാസങ്ങളായിട്ടായിരിക്കും ചിലപ്പോൾ പേഷ്യൻസ് വരുന്നത്. ചിലപ്പം യൂഷ്വലി ഒരു 15 വയസ്സ് മുതൽ ശരിക്കും 35 വയസ്സ് വരെ ഉള്ളവർ ചിലപ്പോൾ പ്രസവം നിർത്തിയിട്ട് ഇതുപോലെ മുഖക്കുരുവും പിഗ്മെന്റേഷനും ഹെയർ ലോസും ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്, മെൻസ്ട്രൽസ്. അപ്പോൾ അത് വണ്ണം കൂടിയിട്ട് വരുന്നതാണ്. ബോഡി മാസ് ഇൻഡെക്സ് കൂടുമ്പോൾ നമ്മൾ 18 to 25 ഇടയ്ക്ക് നിൽക്കേണ്ട ബോഡി മാസ് ഇൻഡെക്സ് 28-30 ഒബീസ് റേഞ്ചിലേക്ക് പോകുമ്പോൾ വരുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് ഈ PCOD. നമ്മുടെ സ്ത്രീ ഹോർമോൺസായി ഈസ്ട്രജനും പ്രൊജസ്ട്രോണും തമ്മിലുള്ള വ്യത്യാസം. ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കൂടുകയും പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയുകയും ഇതിനെ ബ്രെയിനിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസിൻ്റെ വ്യത്യാസവും കാരണമാണ് PCOD വരുന്നത്. PCOD നമുക്ക് കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ CA എൻഡോമെട്രി, ഇപ്പം നമ്മൾ എൻഡോമെട്രിയൽ ക്യാൻസർ ഡിസ്കസ് ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു ഫോർറണ്ണറായിട്ടും തിക്ക് എൻഡോമെട്രിയും. ഇപ്പം നമ്മൾ പേഷ്യൻസ് വരുമ്പോൾ സ്കാൻ ചെയ്യിക്കുമ്പോൾ തിക്ക് ആൻഡ് എൻഡോമെട്രിയും കാണുമ്പം നമ്മുടെ ഒരു ഡിക്റ്റം എന്ന് പറഞ്ഞാൽ 20-30 ഇടയ്ക്ക് DNCA ചെയ്യാൻ പാടില്ല. 30-40 ഇടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ, DNCA എന്ന് ഉദ്ദേശിക്കുന്ന എൻഡോമെട്രിയൽ സാമ്പിളിംഗ്, 30-40 ഇടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. 40 കഴിഞ്ഞ് ഒരു തിക്ക് എൻഡോമെട്രിയം കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സാമ്പിൾ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ എൻഡോമെട്രിയം സാമ്പിൾ ചെയ്യുമ്പം ഹൈപ്പർപ്ലേസി എന്നൊരു കണ്ടീഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഹൈപ്പർപ്ലേസി ഉള്ള പേഷ്യൻസിനെ ക്ലോസ് ഫോളോ അപ്പിൽ വെക്കണം. അതുപോലെ ഈ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് ആയിട്ട് വരുന്നവർക്ക് അൾട്രാസൗണ്ട് ചെയ്യുമ്പം നമ്മളിപ്പോൾ 6 മാസം മെൻസസ് വന്നില്ല, അതിനെ നമ്മൾ ആർത്തവ വിരാമമായിട്ട് എടുക്കുകയാണ്. 6 മാസം കഴിഞ്ഞ് ഒരു ബ്ലീഡിംഗ് എപ്പിസോഡ് വരുമ്പോൾ എൻഡോമെട്രിയൽ തിക്നെസ് മെഷർ ചെയ്യുമ്പം 4 താഴെയാണെങ്കിൽ കുഴപ്പമില്ല, അതൊരു അട്രോഫിക് വജൈനൈറ്റിസ് എന്ന് വെച്ചാൽ താഴെ ഈസ്ട്രജൻ കുറഞ്ഞത് കാരണം, തൊലിപ്പുറത്ത് വരുന്ന വ്യത്യാസങ്ങൾ കാരണം ചിലപ്പോൾ ബ്ലീഡിംഗ് വരും. എല്ലാ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്ങും ക്യാൻസർ ആകണം എന്നില്ല. പലപ്പോഴും സെനൈൽ വജൈനൈറ്റിസ്, അതായത് ഏജ് റിലേറ്റഡ് ഇഷ്യൂസ് കാരണം ഈസ്ട്രജൻ കുറഞ്ഞിട്ട് തൊലിപ്പുറത്ത് പൊടിഞ്ഞിട്ട് വരുന്ന ബ്ലീഡിംഗ് ആകാം. പക്ഷേ ആ ഒരു പേഷ്യൻറ്റിന് ലൈനിങ് ഓഫ് ദ യൂട്രസ് 4 മില്ലിമീറ്റർ കൂടുതലാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സാമ്പിൾ ചെയ്യണം. അത് വളരെ ഒരു പ്രധാന പോയിന്റാണ് മാഡം പറഞ്ഞത്. എൻഡോമെട്രിയൽ തിക്നെസ്, ആ തിക്നെസ് നമ്മൾ 4 mm മുകളിൽ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കുകയും അതിനെ എൻഡോമെട്രിയൽ ക്യാൻസർ അല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാൻ വേണം. ദർ ആർ ഡിഫറെന്റ് കോസസ്, പക്ഷേ എൻഡോമെട്രിയൽ ക്യാൻസർ അല്ല എന്നുള്ളത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ എൻഡോമെട്രിയൽ പോളിപ്പ് എന്നായിരിക്കും കിട്ടുന്നത്. ഈ പോളിപ്പിന് ഫ്യൂച്ചറിൽ 10% റിസ്ക് ആണ് CA എൻഡോമെട്രിയം വരാനായി. ഈവൻ ഒരു അട്രോഫിക് എൻഡോമെട്രിയം റിസൾട്ട് കിട്ടിയാൽ പോലും അതിന് 10% റിസ്ക് ഫ്യൂച്ചറിലുണ്ട്. ഈ ഓരോ കണ്ടീഷനും ഇത്ര ശതമാനം റിസ്ക് മാലിഗ്നൻസി വരാനുണ്ട്. ഇപ്പോൾ ഹൈപ്പർപ്ലേസിയ തന്നെ 4 തരമുണ്ട്. അതിന് 1, 3, 10, 30 ഇങ്ങനെ ഒരു ഡെഫിനറ്റീവ് റിസ്ക് പെർസെൻറ്റേജ് ഫ്യൂച്ചറിൽ CA എൻഡോമെട്രിയം വരാനുണ്ട്. അപ്പോൾ വരുന്ന എല്ലാ പേഷ്യൻസിനോടും നിങ്ങൾ ഈ ഒരു റിസ്ക് കാറ്റഗറിയിൽ ഉണ്ട്, അപ്പോൾ ഫോളോ അപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എല്ലാ ഹൈപ്പർപ്ലേസിക്കും സർജറി ചെയ്യണം എന്നല്ല. ഹൈപ്പർപ്ലേസിക്ക് നമുക്ക് മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. യൂട്രസിനകത്തിരുന്ന ചില ഡിവൈസസ് ഉണ്ട്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്, മിറീന എന്ന് പറയും. പക്ഷേ മിറീന തിക്നെസ് ഓഫ് ദ എൻഡോമെട്രിയം കുറയ്ക്കാനാണെന്ന് പറഞ്ഞാൽ പോലും മിറീന ഇട്ട പേഷ്യൻസിൽ നമ്മൾ മാലിഗ്നൻസീസ് കണ്ടിട്ടുണ്ട്.
അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഫോളോ അപ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്യാൻസേഴ്സും നമ്മൾ ഫോളോ അപ്പിൽ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനും അവർക്ക് ടൈംലി ഇൻ്റർവെൻഷൻസ് കൊടുക്കാനും സാധിക്കും. അപ്പോൾ പ്രോംപ്റ്റ്നെസ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് ഡോക്ടറെ കൃത്യമായിട്ട് കാണുക. നമ്മുടെ ടോക്കിൽ നമ്മൾ കൂടുതലും എംഫസൈസ് ചെയ്യുന്നത് അത് തന്നെയാണ്, ഫോളോ അപ്പ് വിസിറ്റ്സ്. അതിന് മടി സ്ത്രീകളാകുമ്പോൾ മടി കാണിക്കും. അപ്പോൾ അത് ഫോളോ അപ്പ് വിസിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ്. വീട്ടിലെ കാര്യങ്ങൾ കാരണം സ്വന്തം കാര്യം മാറ്റി വെച്ച് അനീമിക് ആയിട്ട് വരുന്ന എത്രയോ പേഷ്യൻസ് ഉണ്ട് ഹെവി ബ്ലീഡിങ്ങിൽ. നമ്മുടെ ഒ പിയിൽ 3-4 ഹീമോഗ്ലോബിനായിട്ട് വരുന്ന ആഴ്ചയിൽ ഒരു പേഷ്യൻ്റ് കാണും 3 ഗ്രാം അല്ലെ 4 ഗ്രാം ഹീമോഗ്ലോബിൻ. അത് സെൽഫ് നെഗ്ലക്റ്റ് കാരണം സംഭവിക്കുന്നതാണ്. സെൽഫ് നെഗ്ലക്റ്റ് കാരണം, അല്ലെങ്കിൽ ഇതെല്ലാം സാധാരണമാണ്. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് പ്രൊക്കാസ്റ്റിനേഷൻ ആണ് പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ നീട്ടിവെക്കുന്നതാണ് നമ്മളെ കുഴപ്പത്തിലാക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബ്ലീഡിംഗ് എന്ന് പറയുമ്പോഴേ ഇപ്പം അതായത് പീരിയഡ്സ് ആവുന്നു, മാസത്തിലൊരിക്കൽ പീരിയഡ്സ് ആവുന്നു, അതിനിടയ്ക്കും പീരിയഡ്സ് ആവുന്നു, അല്ലെങ്കിൽ സ്പോട്ടിങ് കാണുന്നു, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ CS സർവിക്സിന്റെ ലക്ഷണമായിരിക്കും. അല്ലെ ബന്ധപ്പെടുന്ന സമയത്ത് വേദന വരിക, അല്ലെങ്കിൽ അടിവയറ് വേദന വരിക, ഡിസ്ചാർജ് വരിക, കൂടുതലായിട്ടുള്ള ഡിസ്ചാർജ് വരിക, ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് വരിക, ഇതെല്ലാം ഈ CS സർവിക്സിന്റെ ലക്ഷണമാവാറില്ല. അപ്പോൾ ശരിക്കും ഒരു പെർവെജൈനൽ എക്സാമിനേഷൻ, അതായത് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നമ്മളെ സർവിക്സിനെ പാൽപ്പേറ്റ് ചെയ്യുന്നത് വഴി, അല്ലെ സർവിക്സിന്റെ സൈഡിലുള്ള ഏരിയാസ് പാൽപ്പേറ്റ് ചെയ്യുന്നത് വഴി തന്നെ നമുക്കൊരു CS സർവിക്സ് ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാനായി സാധിക്കും. ഈസി ആയിട്ട് നമുക്കൊരു ബയോപ്സി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പോഴാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞതുപോലെ MRI സ്കാൻസ്, CT സ്കാൻസ് ഇതെല്ലാം ചെയ്യുന്നത് വഴി CS സർവിക്സിന്റെ എക്സ്റ്റെൻഡ് മനസ്സിലാക്കാനും സാധിക്കുന്നു. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും CS സർവിക്സിന് ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് സർജറി ചെയ്യാം. സർജറി കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ഒന്നും പറയാൻ പറ്റില്ല, കുറച്ചൊരു സൈസ് കൂടുതലാണ്, ഒരു 4 സെന്റിമീറ്റർ ഒക്കെ കൂടുതലാണെങ്കിൽ നമ്മൾ കീമോ റേഡിയേഷൻ കൊടുത്ത് നമുക്ക് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നൊരു മെസ്സേജ് എന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റബിൾ കണ്ടീഷൻസ് ആണ്. നമ്മളിത് വന്നു എന്ന് പറഞ്ഞ് ഭയപ്പെട്ടിരിക്കാതെ അതിൻ്റെ ചികിത്സ തേടുകയും പൂർവാധിക ശക്തിയോടെ മുമ്പോട്ട് പോകാനുള്ള കരുത്ത് സ്വയം ആർജിക്കുകയും വേണം. അത് നമ്മളിൽ നിന്ന് തന്നെ ആ ശക്തി വരണം. ഇപ്പം എക്സ്റ്റേണൽ ഹെൽപ്പ് ഡെഫിനറ്റ്ലി നീഡഡ് ആണ്. ഏറ്റവും കൂടുതൽ ഫാമിലി സപ്പോർട്ടും നമ്മുടെ സൊസൈറ്റി സപ്പോർട്ടും വേണ്ടുന്നത് ക്യാൻസർ പേഷ്യൻസിനാണ്. കാരണം മെന്റൽ ആഗണി അതിജീവിക്കാനായിട്ട് ഉറപ്പായിട്ടും. ബിക്കോസ് നമ്മളിപ്പോൾ കാണുമ്പോഴും ഏതാളുടെ അടുത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാലും ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ മുടി പോകുമോ എന്നുള്ളതാണ്. ഇൻവേരിയബിളി അല്ലേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മുടി പോകുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ മുടി പോകും എന്നുള്ളത് എല്ലാ കീമോനും മുടി പോയില്ലെങ്കിലും 1% കീമോനും മുടി പോകും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ടെമ്പററിയാണ്. നമ്മൾ കീമോ കഴിഞ്ഞ് 2-3 മാസത്തിനകം മുടി ഉറപ്പായും തിരിച്ചു വരും. പിന്നെ മുടി പോയാലും ഈ പറഞ്ഞതുപോലെ നമുക്ക് വിഗുകൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ സ്കാർഫ് യൂസ് ചെയ്യുക, ക്യാപ്പ് യൂസ് ചെയ്യുക, ഈ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് നമ്മളെപ്പോഴും ഓർക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം ക്യാൻസർ ട്രീറ്റ്മെൻറ്റാണ്. ഇതെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് ഞാൻ പറയില്ല, പക്ഷേ നമ്മൾ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. പിന്നെ സ്കാൽപ്പ് കൂളിംഗ് ഡിവൈസസ് ഉണ്ട്, പക്ഷെ അതൊന്നും എല്ലാ കീമോയിനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചില കീമോന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, പക്ഷെ അതൊരു 100% മുടി പോവില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനും സാധിക്കില്ല. അപ്പോൾ മെയിൻലി ഹെയർ ലോസ് വന്നാലും ഇറ്റ് ഇസ് ടെമ്പററി എന്നുള്ള ഒരു കാര്യവും മനസ്സിലാക്കണം. വി ഷുഡ് ഫോക്കസ് ഓൺ ദ ബിഗ്ഗർ തിങ്. അതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, എല്ലാവർക്കും ക്യാൻസർ വന്നു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പോയി മാക്സിമം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അവിടെ സ്കാൽപ്പ് കൂളിംഗ് ഡിവൈസ് ഉണ്ട്, അപ്പോൾ ഹെയർ ലോസ് കുറയും. ഇങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടും. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തൂടെ എന്ന് ചിലപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും ചോദിക്കും. എപ്പോഴും വിദേശത്ത് പോകാനുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കാരണം സൊസൈറ്റിയെ അറിയിക്കാതിരിക്കുക. അതായത് ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പുറത്തെ വീട്ടിൽ, അതായത് മുറ്റത്ത് പോലും ഇറങ്ങാത്ത ആൾക്കാർ വരെ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ മറ്റുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ ഞാനൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും, അങ്ങനെ അറിയിക്കാതിരിക്കാൻ വിദേശത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അത് നമ്മുടെ സൊസൈറ്റിയുടെ ആ ഒരു ഔട്ട്ലുക്കാണ് ശരിക്കും മാറേണ്ടത്. അത് മാറി വരുന്നുണ്ട്, പണ്ടത്തെ പോലെ അല്ല. അതെ, ഒരു അസുഖം വന്നു അതിന് ധൈര്യമായിട്ട് നമ്മൾ മുന്നിടുന്നു എന്നുള്ള ഒരു ഇൻഫോർമേഷൻ വേണം സൊസൈറ്റിയിലേക്ക് എടുക്കാനായി. ഇപ്പം നമ്മൾ കീമോതെറാപ്പി എടുക്കുമ്പോൾ മുടി കൊഴിച്ചിൽ, പുരുകം കൊഴിച്ചിൽ, പിഗ്മെന്റേഷൻസ്, കണ്ണിൻ്റെ പീലി പൊഴുക, ഇതൊക്കെ നോർമലാണ്. ഇതുപോലെ വേറൊരു ഇതാണ്, നമുക്ക് US-ലാണെങ്കിൽ വായിൽ പൊട്ടൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മാജിക് മൗത്ത് വാഷ്. ഇവിടെ നാട്ടിലത് ലഭ്യമല്ല. പക്ഷെ നമ്മളുടെ സാധാരണ സലൈൻ ഗാർഗിളിംഗ്, ചെറിയ ചൂടുപ്പ് വെള്ളം കൊള്ളുന്നത് തന്നെ പൊട്ടൽ തടയും. അപ്പം നമ്മൾ പലതിൻ്റെയും പുറകെ പായേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫലപ്രദമായി ഉപയോഗിച്ചാൽ മതി. അതുപോലെ നമ്മളിപ്പോൾ ഡോക്ടർ
ഉണ്ട് മാഡം പറഞ്ഞതുപോലെ ഫോളോ അപ്പ് ആണ്. സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറിന് അതനുസരിച്ചുള്ള മരുന്ന് മോഡിഫൈ ചെയ്യാനോ അതിനുള്ള മെഡിസിൻസ് തരാനായിട്ടോ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. മാഡം ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ PCOD കാര്യം, ഈ ലീൻ PCOD മാഡം പറഞ്ഞല്ലോ, അതായത് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം ഉണ്ടെങ്കിൽ PCOD വരുന്നു, വണ്ണം കുറയ്ക്കുക PCOD മാറുന്നു. പക്ഷെ ഈ ലീൻ PCOD നമ്മൾ ആരിലാണ് സസ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത്? സസ്പെക്ട് ചെയ്യുന്ന പൊതുവെ ഇപ്പം ഈ സൈഡിൽ ഹെയർ അമിതമായിട്ട് വരിക, അല്ലെങ്കിൽ ഇവിടെ ചിന്നിൽ വരിക, അല്ലെങ്കിൽ അപ്പർ ലിപ്പിൽ വരിക, പിന്നെ ഒരുപാട് കട്ടിയുള്ള പുരുക്കം, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബാക്കിലോട്ട് മുടി കയറുക. അപ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ നമുക്കിപ്പോൾ നോർമൽ ഒരു ആർത്തവക്രമം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 21 മുതൽ 35 ദിവസത്തിൽ ഒരിക്കൽ, അതൊരു 3 മുതൽ 5 ദിവസത്തേക്ക്, ഒരു 80 ml തൊട്ട് 200 ml വരെയാണ് നോർമൽ ബ്ലഡ് ഫ്ലോ വരുന്നത്. ഇത്രയാണ് നോർമൽ പാറ്റേൺ. ഇതിൽ നിന്ന് വേറിട്ട് എന്ത് വന്നാലും അത് ഇറഗുലർ മെൻസ്ട്രുവേഷൻ ബിക്കോസ് ഓഫ് ഹോർമോണൽ ഇംബാലൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ സസ്പെക്ട് ചെയ്യണം. അപ്പോൾ PCOD ഉള്ള ഈ ലീൻ PCOക്കാരാണെങ്കിൽ ചിലപ്പോൾ മാസത്തിൽ 2-3 തവണ മെൻസ്ട്രുവേഷൻ വരുന്നു, അല്ലെങ്കിൽ മാസങ്ങളോളം മെൻസസ് വരാതിരിക്കുക, അല്ലെങ്കിൽ വരുമ്പോൾ ഹെവി ആയിട്ട് കഷ്ണം പോലെ ബ്ലഡ് നഷ്ടപ്പെടുക. ചിലർക്ക് ഇതുമല്ല, സ്പോട്ടിങ്ങേ കാണും, സ്കാൻറ്റി ബ്ലീഡിങ്. അപ്പം എല്ലാവരും ഒരുപോലെയല്ല. അതൊരു 10,000 ടൈപ്സ് മാനിഫെസ്റ്റേഷൻസ് വരുന്നതെന്ന് പറയാം. വെച്ചാൽ പലരും പല സിംറ്റംസ് ആയിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ ഇതൊന്നുമല്ല, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2-3 അബോർഷൻ ഹിസ്റ്ററിയുമായിട്ടായിരിക്കും. PCOD മിസ്കാരേജിന് ഒരുപാട് ചാൻസ് ഉള്ള കണ്ടീഷനാണ്. മാസം തികയാതെ പ്രസവം നടക്കാൻ 16 ആഴ്ച 18 ആഴ്ച ആകുമ്പോൾ അറിയാണ്ട് പ്രസവിച്ചു പോവുക എന്ന് വെച്ചാൽ വേദനയില്ലാതെ സെർവെക്സ് തുറന്നിട്ട് ഡെലിവറി ആയി പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള പല രീതിയിൽ ഇപ്പം മെലിഞ്ഞ പെൺകുട്ടിയായിരിക്കും, നേരത്തെ സ്കാൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, മെൻസസ് കൃത്യമായിരിക്കും, പക്ഷേ മാരേജ് കഴിഞ്ഞ് കൺസീവ് ആയി കഴിഞ്ഞിട്ട് സെർവിക്സ് തുറന്നിട്ട് ഒരു മിഡ് ട്രൈമസ്റ്റർ പ്രഗ്നൻസി ലോസ്. അപ്പോൾ പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെ, എങ്ങനെ വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ ഒരു കാഴ്ചയിൽ കുട്ടികളുടെ കാഴ്ചപ്പാടെന്ന് ലേറ്റ് മാരേജ് കൺസെപ്റ്റാണ്. അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഉടനെ ഒന്നും കല്യാണം വേണ്ട, കരിയറൊക്കെ സെറ്റ് ചെയ്തിട്ട് മതി. ഇനി കല്യാണം കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഉടനെ ഒന്നും കുട്ടികൾ വേണ്ട, കുറച്ചധികം എക്കണോമിക് ബാലൻസ് വന്നതിന് ശേഷം മതി. ഈ കാഴ്ചപ്പാടുകളൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ ഏജ് അഡ്വാൻസ് ചെയ്യുന്നതോറും ഒവേറിയൻ റിസർവ് കുറയും. ഒവേറിയൻ റിസർവ് കുറയുമ്പം അതനുസരിച്ചുള്ള ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എടുക്കേണ്ടി വരും. അത് ഈ മാഡം പറഞ്ഞതുപോലെ ഫസ്റ്റ് ചൈൽഡ് ബർത്ത് ആഫ്റ്റർ 35 years ഓഫ് ഏജ് തന്നെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും ഒരു റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ഇപ്പം നള്ളിപ്പാരട്ടി, അല്ലെങ്കിൽ ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാത്ത അവസ്ഥ, അഡീക്വേറ്റ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് വെച്ചാൽ 2 വർഷം ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് അഡീക്വേറ്റ് ആണ്. അങ്ങനെ ചെയ്യാത്ത അവസ്ഥ എല്ലാം ബ്രസ്റ്റ് ഫീഡ്. ആദ്യത്തെ മെനാർക്കി നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ ഏർലി മെനാർക്കിയും ഫസ്റ്റ് ചൈൽഡ് ലേറ്റ് മെനോപോസും പിന്നെ ഫസ്റ്റ് ചൈൽഡ് ലേറ്റ് ആയിട്ട് വരിക. ഈ ആദ്യത്തെ മെൻസ്ട്രുവേഷൻ്റെ ഓൺസെറ്റിനും ഫസ്റ്റ് ചൈൽഡ് ബർത്തിനും ഇടയ്ക്കുള്ള ലോങ് ഗ്യാപ്പ് എപ്പോഴും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഫോർറണ്ണറാണ്. ഈസ്ട്രജൻ കൂടി വരുന്നത്. അതെ, പറഞ്ഞ പോലെ ശരിയാണ്. ഇപ്പം കാഴ്ചപ്പാടൊക്കെ ഇങ്ങനെ മാറി വരുന്ന സാഹചര്യത്തിൽ ഇത് എത്രത്തോളം സൊസൈറ്റി അംഗീകരിക്കുന്നുള്ള കാര്യം കൂടുതലും ഗൈനക് വിസിറ്റ്സ് നോക്കുവാണെങ്കിൽ PCOD ഒരു കോമൺ കണ്ടീഷനാണ്. ഞങ്ങളുടെ OP വരുന്ന കൂടുതൽ പെൺകുട്ടികളും പോളിസിസ്റ്റിക് ഓവറി ഉള്ളവരായിരിക്കും. അതുപോലെ മേഡം ഈ പറഞ്ഞ പോലെ മേഡം പറഞ്ഞല്ലേ, ഇപ്പം ലേറ്റ് ആയിട്ട് ഇപ്പം കൺസീവ് ചെയ്യുന്നു, അതിന് മാലിഗ്നൻസി റിസ്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ പ്രഗ്നൻസി റിസ്ക് എത്രമാത്രം ഉണ്ട്? നമുക്ക് ഇവിടെ ഹൈ റിസ്ക് പ്രഗ്നൻസി യൂണിറ്റ് ഉണ്ട്. നമ്മുടെ ഹൈ റിസ്ക് ആക്ച്വലി വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. 40 വയസ്സ് കഴിഞ്ഞ് ഒരുപാട് ഗർഭിണികളുണ്ട്. നിയോനറ്റോളജി ടീം വളരെ എക്സലൻ്റ് ആണ്. ഇപ്പം ഡോക്ടർ മൃണാളിൻ്റെ നേതൃത്വത്തിലുള്ള നിയോനറ്റോളജി ടീം എനിക്ക് ശരിക്കും 24 വീക്സിൽ ഡെലിവറി ആയ പേഷ്യൻസ് ഉണ്ട്. PCODക്കാരാണ്. മാസം തികയാതെ പെട്ടെന്ന് 450 ഗ്രാമും 24 ആഴ്ചയും. പേഷ്യൻ്റെ പേരും ഡീറ്റെയിൽസും ഇവിടെ പറയാൻ പറ്റാത്തൊരു വേദി ആയതുകൊണ്ടാണ് ആ ബേബി അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്, താങ്ക്സ് ടു ദ ന്യൂറോളജി ടീം. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ പേഷ്യൻസിനോടും പറയും, ഒരു 28 ആഴ്ച 1 കിലോ ആയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാണ്. ബൈ ചാൻസ് ഒരു പ്രീടേം ഡെലിവറി വന്നാലും നമ്മുടെ എക്സലൻറ്റ് ന്യൂറോളജി ടീം ആ ബേബിയെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് തരും. മറ്റ് അൺഫോർച്ചുനേറ്റ് ഇവൻസ് ഒന്നും വന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും ഈ ഏജ് കൂടിയാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ശരിക്കും? എല്ലാ മെഡിക്കൽ കണ്ടീഷൻസും അവർക്ക് കോ എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണല്ലോ. ഉദാഹരണത്തിന് പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, പിന്നെ ഈ പറഞ്ഞ ഓരോ കാർഡിയോമയോപ്പതി പോലത്തെ കണ്ടീഷൻസ്. പക്ഷേ നമ്മൾ അറ്റൻഷനോടെ നോക്കുകയാണെങ്കിൽ, മാക്സിമം അറ്റൻഷൻ കൊടുത്തു പോവുകയാണെങ്കിൽ നമുക്ക് ആ ഹൈ റിസ്ക് പ്രഗ്നൻസി യൂണിറ്റിൽ വലിയ ചലഞ്ചസ് ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഒരു 2 വീക്സ് മുന്നേ നമുക്ക് 49 വയസ്സുള്ള ഒരു വനിതയ്ക്ക് ട്രിപ്ലറ്റ് ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ മൾട്ടി ഡിസിപ്ലിനറി ടീമിൻ്റെ ഹെൽപ്പിനാൽ ന്യൂറോളജി ടീം ഡെഫിനറ്റ്ലി ആ ഒരു പേഷ്യൻ്റ് ഒരു ഫിസിഷ്യൻ കൺസൾട്ടേഷൻ, ഒരു കാർഡിയോളജി കൺസൾട്ടേഷൻ നമ്മൾ കൊടുത്തിരിക്കും. ക്ലോസ് ഫോളോ
അപ്പിൽ കാർഡിയോളജിസ്റ്റിനെ കൊണ്ട് നോക്കിപ്പിച്ച് തന്നെ ആയിരിക്കും. കാരണം ഹൃദയം ഈ പ്രഗ്നൻസി താങ്ങുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ ജസ്റ്റേഷനും അഡ്വാൻസ്ഡ് മെറ്റേണൽ ഏജും 2 ചലഞ്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ആ വിജിലൻറ്റ് കെയറിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് മാക്സിമം സക്സസ് കൊടുക്കാൻ സാധിക്കും. ഇപ്പം 40 വയസ്സ് കഴിഞ്ഞ് ഒരുപാട് ഗർഭിണികൾ വരുന്നുണ്ട്. ആരെയും നിരുത്സാഹപ്പെടുത്താറില്ല. ആരെയും നിരുത്സാഹപ്പെടുത്താറില്ല. പക്ഷേ കെയർ വേണം. നമ്മൾ ഈ പറഞ്ഞ കണക്ക് കൃത്യതയുള്ള ചെക്കപ്പ്, ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ കൂടെയും. ഇപ്പം ഫീറ്റൽ സ്ക്രീനിങ് ഉണ്ട്. ഇപ്പം പറഞ്ഞല്ലോ റിസ്ക് എന്തൊക്കെയാണ് വരുന്നത്. അപ്പം ബേബീസിന് സിൻഡ്രോംസ് ഒന്നും ഇല്ല. അവർക്ക് സേഫ് മദർഹുഡ്, അമ്മയ്ക്കും കുഞ്ഞിനും ഒരു പോറൽ പോലും ഏക്കാണ്ട് നോക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അഡ്വാൻസ്ഡ് മെറ്റേണൽ ഏജ് വരുമ്പം മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ആയ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ടിന് വരുന്ന ചലഞ്ചസ് ഒക്കെ വരാം. അപ്പം ആ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിൻ്റെ കെയറോട് കൂടി 40 വയസ്സ് കഴിഞ്ഞ ഗർഭിണികളെ മാക്സിമം ആരോഗ്യ പരിപാലനം ചെയ്ത് കൊണ്ടുപോവുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാ ഇതും ഇപ്പം ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്ക്രീനിങ് ഉണ്ട്. അപ്പം നമ്മൾ മെറ്റേണൽ ഏജിൽ അബ്നോർമാലിറ്റീസ് ഉള്ള ബേബീസ് വരുമെന്നുള്ള കൺസേൺ എല്ലാവർക്കും കാണും. അപ്പം ആദ്യത്തെ 3 മാസം പൂർത്തിയാക്കുമ്പോൾ ഉള്ള സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും വെച്ച് നമ്മൾ ബേബീസിന് വൈകല്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ന്യൂബോൺ നോക്കാനായിട്ട്, അതായത് ഫീറ്റൽ സ്ക്രീനിങ് ഉണ്ട്. അതിന് റേഡിയോളജിയും വളരെ ന്യൂബോൺ സ്ക്രീനിങ് പോലെ ഫീറ്റൽ സ്ക്രീനിങ് ഉണ്ട്. അപ്പോൾ റേഡിയോളജിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ സ്കാൻ ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതൊരു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് സോഫ്റ്റ്വെയർ അനാലിസിസ് കൂടെ ബേബീസിന് സിൻഡ്രോം റിസ്ക് ഇല്ല എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയും, ഇനി എക്സ്ട്രാ സിൻഡ്രോം റിസ്ക് എന്തെങ്കിലും ആ ടെസ്റ്റ് വഴി ലഭിക്കുകയാണെങ്കിൽ അമ്നിയോസെൻറ്റസിസ്, കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ്, ഇങ്ങനെയുള്ള ടെസ്റ്റുകളുണ്ട്. ഇതുവഴി നമുക്ക് ജീനോമിക് ടെസ്റ്റിംഗ് ചെയ്ത് മൈക്രോ അറേ വരെ ചെയ്ത് ബേബീസ് നോർമലാണ്. ഇപ്പോൾ ഫസ്റ്റ് ബേബി അബ്നോർമാലിറ്റി ഉള്ള കപ്പിൾസ് കാണും. അപ്പോൾ സെക്കൻഡ് ബേബിക്ക് സിൻഡ്രോം ഇല്ല എന്ന് നമുക്ക് തെളിവ് കൊടുക്കാൻ സാധിക്കും ഇത്തരം ടെസ്റ്റുകളിൽ കൂടെ. അപ്പോൾ സയൻസ് പുരോഗമിച്ചതിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് ഒബ്സ്റ്റട്രിക്സിലും ഉണ്ട്. അപ്പോൾ സേഫ് മദർഹുഡ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് ഈ നൂതന ചികിത്സാ രീതികളുടെ ലഭ്യതയുള്ളത് കൊണ്ടാണ്. അതെ അതെ അതെ. അതുപോലെ നമുക്ക് ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറഞ്ഞതുപോലെ മാഡം പലപ്പോഴും നമ്മുടെ മാഡം നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റാണ് ഈ CA-125ൻ്റെ കാര്യം. ഈ CA-125 ബ്ലഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. ഓഫ് കോഴ്സ് നമുക്ക് ഒവേറിയൻ ക്യാൻസറിനെ നമുക്കത് ഒരു പ്രോഗ്നോസ്റ്റിക് മാർക്കറാണ്. അതായത് നമുക്കൊരു നമ്മളൊരു സ്കാൻ ചെയ്യുമ്പോൾ ഒരു ഓവറിയിൽ ഒരു മാസ്, അത് തന്നെ ഈ സിമ്പിൾ സിസ്റ്റം ഒന്നും ഓവേറിയൻ ക്യാൻസറായി നമ്മൾ കരുതില്ല. ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള ചില ഓവറിയിലുള്ള തടിപ്പുകളുടെ കൂടെ CA-125 വന്നു കഴിഞ്ഞാൽ നമ്മളത് ക്യാൻസറായി കരുതുകയും അതിനൊരു ബയോപ്സിയോ അല്ലെങ്കിൽ സർജറിയോ നമ്മൾ ചെയ്ത് അതിനെ കൺഫേം ചെയ്യുകയോ ചെയ്യുന്നതാണ് പതിവ്. പക്ഷേ പലപ്പോഴും ഈ പറഞ്ഞ പോലെ CA-125 കൂടി വരുന്നു, പക്ഷേ ക്യാൻസർ അല്ല. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് എൻഡോമെട്രിയോസിസ് ആണെന്ന് കാണുന്നത്. അപ്പോൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോഴേ ആൾക്കാർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അസുഖവും ട്രീറ്റ്മെൻറ്റുമാണല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയുമോ? പേഷ്യൻസിനോട് പറയുന്ന ഒരു സ്ഥിരം വാചകമുണ്ട്. അതായത് ക്യാൻസർ ഒരു നൊമ്പരമാണ്, പക്ഷെ ക്യാൻസറിനേക്കാളും നൊമ്പരം കൊടുക്കുന്ന ഒരു അസുഖമാണ് സ്ത്രീകളെ അങ്ങ് ആഗണിയിൽ കൊണ്ടുപോകുന്നത്. അതായത് ത്രൂ ഔട്ട് ആ മെൻസ്ട്രൽ സൈക്കിളിൽ അവർക്ക് പെയിൻ ആയിരിക്കും, അവർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ കുറവായിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ CA സെർവിക്സിൽ ഡിസ്പാരനിയോ വരും, ഫിസിക്കൽ റിലേഷൻഷിപ്പ് ചെയ്യുമ്പോൾ ഉള്ള പെയിൻ. അത് ഈ എൻഡോമെട്രിയോസിസിൽ ഈവൻ കല്യാണം കഴിച്ചിട്ട് ഒരു തവണ പോലും ഒരു കാര്യങ്ങളിലും ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ കുറവായിരിക്കും. അപ്പം ഡിസ്മെനോറിയ, ഹെവി ബ്ലീഡിങ്, പിന്നെ വയറിൽ മാസ് വരിക, ഈ മാസ് മറ്റവയവങ്ങളുമായിട്ട് ഒട്ടിപ്പിടിക്കുക, കുടലുമായിട്ട് ഒട്ടിപ്പിടിക്കുക, മൂത്രസഞ്ചിയുമായി ഒട്ടിപ്പിടിക്കുക, മൂത്രം ഒഴിക്കുമ്പം പെയിൻ, പിന്നെ ബ്ലാഡറിൽ എൻഡോമെട്രിയോസിസ് വരുന്ന പേഷ്യൻ്റ് ഉണ്ട്, റെക്റ്റത്തിൽ എൻഡോമെട്രിയോസിസ് വരുന്ന പേഷ്യൻ്റ്, എവിടെ വേണമെങ്കിലും മലം പോകുമ്പോൾ വേദന, ഡിസ്കേസിയ എന്ന് പറയും, മൂത്രം ഒഴിക്കുമ്പോൾ വേദന, സൈക്ലിക്കലായിട്ട് യൂറിനിൽ കൂടെ രക്തം പോവുക, അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ചലഞ്ചസ് കൊടുക്കുന്ന ഒരു ഡിസീസാണ് എൻഡോമെട്രിയോസിസ്. അപ്പം നമുക്ക് എൻഡോമെട്രിയോസിസ് ആണോ അതോ പിന്നെ ക്യാൻസർ ആണോ എന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് CA-125 ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. തൗസൻഡ്സിൽ CA-125 പോകുന്ന എൻഡോമെട്രിയോസിസ് കേസസ് കണ്ടിട്ടുണ്ട്. അവിടെ HE4 ടെസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്കത് HE4 കുറവാണെങ്കിൽ എൻഡോമെട്രിയോസിസ് ആണെന്ന്, പിന്നെ MRI പോലത്തെ സ്കാനിങ്ങുകൾ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. പിന്നെ എൻഡോമെട്രിയോസിസിനും ഫലപ്രദമായ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും ലാപ്രോസ്കോപ്പിക് സർജറി ലഭ്യമാണ്. നല്ല ഒരു ഫസ്റ്റ് സർജറി ഈസ് ദ ബെസ്റ്റ് സർജറി. ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ലാപ്രോസ്കോപ്പിക്കലി സിസ്റ്റം മാറ്റുകയാണെങ്കിൽ റെക്കറൻസ് ഒരു പരിധി വരെ വീണ്ടും വരാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ്. എൻഡോമെട്രിയോസിസ് പറയുമ്പോൾ നമ്മൾ തൊടേണ്ട മറ്റൊരു വിഷയമാണ് ഫൈബ്രോയിഡ്, യൂട്രസിൽ വരുന്ന മുഴകൾ. അപ്പം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പോസ്റ്റ് മെനോപോസൽ പേഷ്യൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൽ ഡിസ്ചാർജ് പെർ വെജൈന അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ചെറുതായിട്ട് മ്യൂക്കസ് പോലത്തെ ഡിസ്ചാർജേ കാണത്തുള്ളൂ, അതിനെയും നമ്മൾ കെയർഫുള്ളി നോക്കി സ്കാൻ ചെയ്യണം. പലപ്പോഴും ഫലോപ്പിൻ ട്യൂബിൻ്റെ ക്യാൻസേഴ്സ് വാട്ടറി ഡിസ്ചാർജ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ തൊടാൻ കാരണം കംപ്ലീറ്റ് വെൽബീങ് ഓഫ് എ വുമൻ, അത് നമ്മൾ പ്യൂബർട്ടി, അഡോളസൻസ് തൊട്ട് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് തൊട്ട് മെനോപോസ് വരെയുള്ള വിഷയങ്ങളെ ഞങ്ങൾ
സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് പറയാനുള്ളത് സമയത്തിന് ഡോക്ടറെ കാണുക, ഫോളോ അപ്പുകൾ കറക്റ്റായിട്ട് പാലിക്കുക. ഇപ്പം ക്യാൻസറിനെ പറ്റി ഡോക്ടർ ഗായത്രിയുടെ വിലപ്പെട്ട കുറച്ച് അഭിപ്രായങ്ങളും കൂടെ നമുക്ക് കേൾക്കാം. അതെ, അപ്പം നമ്മൾ ശരിക്കും ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി പറഞ്ഞു, അതിൻ്റെ സ്ക്രീനിങ്ങിനെ പറ്റി, നമ്മൾ മാമോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ കാര്യം. ഈ മാമോഗ്രാം എന്ന് പറയുമ്പോഴേ പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അത് ഭയങ്കര പെയിൻഫുൾ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ മാമോഗ്രാം എന്ന് പറയുന്നത് ഒരു ബ്രസ്റ്റിൻ്റെ എക്സ്റേ ആണ്. നമ്മൾ കറക്റ്റ് സമയത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വലിയ പെയിൻഫുൾ അല്ല. അത് നമ്മൾ പീരിയഡ്സ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ സ്ക്രീനിങ് മാമോഗ്രാം ഡെഫിനറ്റ്ലി നമുക്ക് അല്ലാതെ ഒരു ലംബ് വെച്ച് നമ്മളൊരു മാമോഗ്രാം ചെയ്യുമ്പം നമ്മളത് ഭയങ്കര വലിയ ലംബാണെങ്കിൽ പലപ്പോഴും മാമോഗ്രാം അഡ്വൈസ് ചെയ്യാറില്ല. ചെറിയ ലംബൊക്കെ ആണെങ്കിൽ മാമോഗ്രാം അഡ്വൈസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള മാമോഗ്രാം നമുക്ക് ചെയ്യുന്നത് വഴി നമുക്ക് മുഴ ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രമല്ല ആ മാമോഗ്രാമിലെ ചില ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് മുഴ മാലിഗ്നൻ്റ് ആവാനുള്ള സാധ്യതയെ പറ്റിയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ ബൈറാഡ് സ്കോർ എന്ന് പറയുന്നത്. അപ്പം മാമോഗ്രാം പേടിക്കേണ്ട ഒരു ടെസ്റ്റ് അല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ സ്ക്രീനിങ്ങിൻ്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് ഒന്നും കൂടെ എംഫസൈസ് ചെയ്യാം. അതുപോലെ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത്രയും അധികം ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. പേടിക്കേണ്ട ഒരു അസുഖമല്ല എന്നുള്ളൊരു കാര്യം. പിന്നെ സർവൈക്കൽ ക്യാൻസറുടെ ഇമ്പോർട്ടൻസ്, പാപ്സ്മിയറുടെ ഇമ്പോർട്ടൻസ്, HPV വാക്സിൻ്റെ ഇമ്പോർട്ടൻസ്, എൻഡോമെട്രിയൽ ക്യാൻസർ ആണെങ്കിലും പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്ങിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു സൈൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഡോക്ടറെ അടുത്ത് വരണം എന്നുള്ള കാര്യം. ഇപ്പോൾ സെർവൈക്കൽ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ഒവേറിയൻ ക്യാൻസറുടെ സിംറ്റം റെക്കഗ്നിഷൻ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ബ്രീഫ് ചെയ്ത് പറഞ്ഞു. മറ്റ് ക്യാൻസേഴ്സും ഇപ്പം നമ്മൾ സ്ത്രീകൾക്ക് മാത്രം കാണുന്ന ക്യാൻസേഴ്സിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. അല്ലാതെ കോളൺ ക്യാൻസർ, തൈറോയിഡ് ക്യാൻസർ ഒക്കെ എന്ന് പറഞ്ഞാൽ സർജറി പലപ്പോഴും 95% കേസിൽ സർജറി മാത്രം മതിയാവും. അപ്പോൾ എന്നിട്ട് നമുക്ക് നോർമൽ ലൈഫ് ഡീൽ ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് ഒരു തൈറോക്സിൻ കഴിക്കേണ്ടി വരും, പക്ഷേ നോർമൽ ലൈഫ് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. പ്ലസ് നമുക്കിപ്പോൾ കോളൺ ക്യാൻസർ ഇതെല്ലാം ഇപ്പം സത്യം പറഞ്ഞാൽ ഇൻക്രീസിങ് ആണ്. ഇതെല്ലാം ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് ഒരു പ്രധാന കാരണം. പക്ഷേ പല അവസ്ഥകളിലും നമുക്കിപ്പോൾ കാരണം പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ല. ബിക്കോസ് സ്ട്രെസ് ഒരു പ്രധാന കാരണം, ഉറക്കമില്ലായ്മ, വർക്ക് സ്ട്രെസ് ആണെങ്കിലും അതുപോലെ നമ്മൾ ഈ പൊല്യൂഷൻ ഇതെല്ലാം ഒരു ക്യാൻസറിൻ്റെ ഒരു കാരണം തന്നെയാണ്. ഓഫ് കോഴ്സ് അതെല്ലാം ഒരു കാരണമാണ്. ഇപ്പോൾ കോളൺ ക്യാൻസർ ഇപ്പം 50 വയസ്സിന് താഴെയുള്ള കോളൺ ക്യാൻസേഴ്സിനെ നമ്മൾ ഏർലി ഓൺസെറ്റ് കോളോറെക്ടൽ ക്യാൻസർ എന്ന് വിളിക്കും. ഇതൊരു സ്പെഷ്യൽ എൻറ്റിറ്റി ആയിട്ടാണ് ഇപ്പോൾ കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ക്യാൻസർ സ്ത്രീകളിൽ കാണുന്നുണ്ട്. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത് സ്ത്രീകളിൽ മാത്രം കാണുന്ന ചില ക്യാൻസേഴ്സ്. തൈറോയ്ഡ് ക്യാൻസർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു പോയിന്റും കൂടെ പറയാം. ഒരുപാട് പേഷ്യൻസ് പ്രഗ്നൻസി ഭയക്കും, തൈറോയ്ഡ് ക്യാൻസർ വന്നതിനാൽ ഞങ്ങൾക്ക് ഇനി പ്രഗ്നൻസി സാധിക്കും. നമുക്ക് ഒരുപാട് പേഷ്യൻസ് പോസ്റ്റ് തൈറോയ്ഡ് ക്യാൻസർ ഉണ്ട്, റേഡിയോ ന്യൂക്ലിയർ തെറാപ്പി കഴിഞ്ഞിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്, റേഡിയോ അബ്ലേഷൻ കഴിഞ്ഞിട്ട് വരുന്ന. അത് കഴിഞ്ഞിട്ട് ഒരു കൃത്യതയുള്ള ടൈം പീരീഡ് ഗ്യാപ്പ് ഇടണം. അതിനുശേഷം അവർക്ക് കൺസീവ് ചെയ്യാം. കൺസീവ് ചെയ്യുമ്പോൾ ഇതുപോലെ തൈറോയ്ഡ് റീപ്ലേസ്മെൻറ്റ് എടുക്കണം എന്നേ ഉള്ളൂ. TSHൻ്റെ ലെവൽ അനുസരിച്ച് നമ്മൾ ഇത്ര തൈറോണും ടാബ്ലറ്റ്, എൽട്രോക്സിൻ അല്ലെങ്കിൽ തൈറോണും ഏതാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആ റീപ്ലേസ്മെൻറ്റ് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ തൈറോയ്ഡ് ക്യാൻസർ കഴിഞ്ഞതോ ഇപ്പോൾ പാപ്പുലറി കാർസിനോമ ആകാം, റേഡിയോയിഡിൻ എടുത്ത് കാണും. ഈ തെറാപ്പീസ് ഒന്നും തന്നെ ഫ്യൂച്ചർ പ്രഗ്നൻസീസിനെ ബാധിക്കില്ല. അല്ലാതെ ഒരു ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ഒരു ഹൈപ്പർ തൈറോയിഡിസം നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ ആയിരിക്കും ഈ പോസ്റ്റ് ക്യാൻസർ പേഷ്യൻസ് പ്രഗ്നൻസി ആയിട്ട് വന്നാലും. അതാണ് തൈറോയ്ഡ് ക്യാൻസറിന്റെ ഒരു റെലവൻസ്. നമുക്ക് സെയിം ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മാഡം വേറൊരു പോയിന്റ് ജസ്റ്റ് നമ്മൾ വിട്ടുപോയി എന്ന് തോന്നുന്നു, അതുകൊണ്ടൊന്ന് ജസ്റ്റ് ചോദിക്കട്ടെ. ഇപ്പോൾ ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇറോഷൻസ് വരുന്നത് കാരണം മാലിഗ്നൻസിയുടെ റിസ്ക്കും ഒക്കെ തന്നെ വന്നേക്കാം എന്നാണ്. അപ്പോൾ അതിന് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അതെ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അപ്പോൾ ഇതിന് നമുക്ക് ഈസിലി ട്രീറ്റബിൾ ആണോ? നമ്മൾ ഇതിനകത്ത് ഏർലി ഡിറ്റക്ഷൻ ആണ്. ഇപ്പോൾ ഹെർപ്പിസുമായിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഹെർപ്പിസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനുള്ള ആൻറ്റിവൈറൽ ഏജൻസ് കൊടുക്കുക. HPV ആണെങ്കിൽ ക്ലോസ് ഫോളോ അപ്പ് വെക്കുക. HPV വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോളോ അപ്പ് മാത്രമേ ഉള്ളൂ, മറ്റ് കണ്ടീഷൻസിലേക്ക് അത് പ്രോഗ്രസ് ചെയ്യുന്നില്ല. ഇപ്പോൾ HPV മ്യൂട്ടേഷൻസ് കാരണം ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് പേഷ്യൻറ്റിനെ ബോധവൽക്കരിച്ച് ക്ലോസ് ഫോളോ അപ്പിൽ വെക്കുക. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പണ്ടുണ്ടായിരുന്ന സിഫിലിസ് പോലത്തെ രോഗങ്ങൾ അധികം ഇല്ല. പിന്നെ പേഴ്സണൽ ഹൈജീൻ, ഹെൽത്ത് ഹൈജീനെ പറ്റി കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുക. ഇപ്പം മെൻസ്ട്രുവൽ കപ്പൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പോൾ കപ്പ് ഉപയോഗിച്ച് ഇൻഫെക്ഷനുമായിട്ട് OPയിൽ സ്ഥിരം പേഷ്യൻസ് വരാറുണ്ട്. അപ്പോൾ കപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ രീതി, ഹൈജീനെ പറ്റി
അപ്പോൾ മാഡം അതൊന്ന് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി മെൻസ്ട്രൽ കപ്പ് വളരെയധികം എന്താ പറയണ്ടേ എളുപ്പമാണ് എന്ന് പറഞ്ഞു. പാഡ് വെക്കാനുള്ള മടി കാരണം കൂടുതലും ഇപ്പം ഞാൻ പേഴ്സണലി മെൻസ്ട്രൽ കപ്പ് അഡ്വൈസ് ചെയ്യുന്ന ഡോക്ടറല്ല, പക്ഷേ കപ്പ് എനിക്ക് ഇഷ്ടമാണോ എന്ന് പറഞ്ഞ് വരുന്ന ഒരുപാട് പേഷ്യൻസും ഉണ്ട്. നമ്മുടെയൊക്കെ വരുന്നത് ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കും, അത് ചിലപ്പോൾ പേഴ്സണൽ ഹൈജീൻ്റെ കുറവ് കൊണ്ടായിരിക്കും. അപ്പോൾ ഒരു 6 മുതൽ 8 മണിക്കൂർ കൂടുതൽ കപ്പ് അകത്ത് വെക്കരുത്. അതുപോലെ കപ്പ് സ്റ്റെറിലൈസ് ചെയ്യുന്ന രീതി ഫലപ്രദമായിരിക്കണം. അപ്പം ലൈക്ക് പാഡ് അലർജി കാരണമായിരിക്കാം ഇവർ ചിലപ്പോൾ കപ്പ് ഉപയോഗിക്കുന്നത്. അപ്പം നല്ല പാഡുകൾ ഉണ്ടെന്നും അലർജി ഉണ്ടാക്കാത്ത സാനിറ്ററി നാപ്കിൻസ് ഉണ്ടെന്നും അവർക്ക് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുക. പക്ഷേ സ്റ്റിൽ ഇഫ് ദർ ഇൻസിസ്റ്റിംഗ് ഓൺ കപ്പ് നമുക്ക് ചിലപ്പോൾ വേറെ ഓപ്ഷൻ കാണത്തില്ല. എനിക്കിതാണ് കംഫർട്ട്, എനിക്കിതാണ് കൺവീനിയൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കതേ പറ്റത്തുള്ളൂ. സ്റ്റെറിലൈസ് ചെയ്യണം, അത് വൃത്തിയായിട്ട് നമ്മുടെ മെൻസ്ട്രൽ ഹൈജീൻ കീപ്പ് ചെയ്യുക. ഇത്ര ഒരു 6 hours ഡ്യൂറേഷൻ കഴിയുമ്പോൾ ആ കപ്പ് മാറ്റുക. കപ്പിന് യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ആ രീതിക്ക് തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള അഡ്വൈസ് എടുത്തതിന് ശേഷം ഉപയോഗിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്രോണിക് പെൽവിക് ഇൻഫെക്ഷനിലേക്ക് നമ്മുടെ ബോഡിയെ നമ്മൾ പറഞ്ഞ കണക്ക് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കാരണമാണെങ്കിലും ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ കാരണമാണെങ്കിലും ഇൻഫെക്ഷൻസ് വരാണ്ട് നോക്കുക. അപ്പോൾ പേഴ്സണൽ ഹൈജീൻ, മെൻസ്ട്രൽ ഹൈജീൻ്റെ ഇമ്പോർട്ടൻസ് സ്കൂൾ തലം തൊട്ട് തന്നെ നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കണം. സ്കൂളിൽ തൊട്ട് തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സസ്, പ്രത്യേകിച്ച് മെൻസ്ട്രൽ ഹൈജീൻ എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ള ക്ലാസ് കൊടുക്കണം. അത് ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് റാഷ് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തിക്ക് വൈറ്റ് ഡിസ്ചാർജ് പെർ വജൈനായിട്ടായിരിക്കും. അപ്പോൾ അത് ട്രൈക്കോമോണസ് വജൈനൈറ്റിസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ വജൈനോസിസ് ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഇൻഫെക്ഷൻസ് കാരണം വരും. അപ്പോൾ ചിലപ്പോൾ ഒരു വജൈനൽ സ്വാബ് എടുത്ത് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. എല്ലാത്തിനും ഒരു ട്രീറ്റ്മെൻറ്റ് അല്ല, എല്ലാ ഇൻഫെക്ഷനും ഒന്നല്ല. ഏതെങ്കിലും ഒന്നിൽ ബാക്ടീരിയൽ വജൈനോസിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രൈക്കോമോണസ് വജൈനാലിസ് എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ ഹെർപ്പിസ് ആയിരിക്കാം. ഏത് കണ്ടീഷനാണെന്ന് ലോക്കൽ എക്സാമിനേഷൻ ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ സ്വാബ് ടെസ്റ്റ് എടുത്ത് ആ പത്തോജൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസൃതമായ ചികിത്സയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സമയം നമ്മൾ എംപവറിങ് വിമൻ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഫോളോ അപ്പ് വിസിറ്റിൻ്റെ പ്രാധാന്യം, സിംറ്റം റെക്കഗ്നിഷൻ, മാഡം പറഞ്ഞതുപോലെ സെൽഫ് ലവ്, നിഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ 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 പ്രധാനമായിട്ട് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട്, മീ ടൈം കൊടുക്കുക അല്ലേ? കറക്റ്റ്. മീ ടൈമും സെൽഫ് ലവും സെൽഫ് കെയറും ആൻഡ് ഫോക്കസ് ഓൺ ഓവറോൾ വിമൻസ് വെൽബീങ്. സോ താങ്ക് യു സോ മച്ച്.